ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്കൊരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയുടെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മുടെ പാൻ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും അര കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ പകുതി വെള്ളമാണ് ഉപയോഗിക്കുന്നത്, 1/4 കപ്പ് വെള്ളം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് കട്ടയായിട്ട് വരുന്ന പോലെയൊക്കെ തോന്നും. അത് കുഴപ്പമില്ല. പഞ്ചസാരയെല്ലാം മെൽറ്റായി കഴിയുമ്പോഴേക്കും ആ കട്ടയെല്ലാം മാറിക്കിട്ടും. എന്നിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഡേറ്റ്സും പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഒരു ചെറു തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരുന്നത്രയും നമ്മളത് വേവിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം വെള്ളമെല്ലാം അതിലെ പറ്റി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അര കപ്പ് പഞ്ചസാരയുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 ചെറിയ പീസ് കറുവാപ്പട്ടയും ഒരു 8 ഗ്രാമ്പും ചെറിയ ജാതിക്കയുടെ പീസും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈ ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അരിപ്പ വെച്ച് വേണമെങ്കിലും അരിച്ചെടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു മിക്സിയിലിട്ട് ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു ഡ്രൈ ബൗൾ എടുത്തിട്ട് വെള്ളമൊന്നും പാടില്ല, ഒരു 2 മുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, സ്പൈസസ് ഒക്കെ ഇട്ട് ആ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റർ വെച്ച് ഒന്ന് നമ്മൾ നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വുഡൻ സ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓയിലിന് പകരം ബട്ടറാണ് ചേർക്കുന്നത്. അത് ഞാൻ അര കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളുടെ ബീറ്ററിൻ്റെ സ്പീഡ് 1 ഇട്ടാൽ മതി, ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണ്ട. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് മിക്സ് ഇല്ലേ, അതും പിന്നെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയില്ലേ, അതും കൂടെ നമുക്ക് മാറി മാറി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കരുതേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായിട്ട് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ 8x8 ഒരു സ്ക്വയർ പാനിലേക്ക് 8x8 സൈസുള്ള ഒരു സ്ക്വയർ പാനിലേക്ക് നമ്മൾ ബാറ്റർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്പാറ്റില വെച്ചിട്ട് ഇങ്ങനെയൊന്ന് നികത്തി കൊടുത്ത ശേഷം എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊന്ന് ഡെക്കറേഷനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മൾ 170 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സിലേക്കാണ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 45 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലം കേക്കാണ് വെക്കുന്നതെങ്കിൽ കൂടുതൽ ടൈം വെക്കണം കേട്ടോ. ഇതിന് അധികം ടൈം വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ മിഡിലൊന്ന് നമ്മളൊന്ന് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ കേക്കല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ക്രിസ്മസിന് ഇത് ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. എൻ്റെ മോനാണ് ഇത് മുറിക്കുന്നത്.